എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഭക്ഷണത്തിന്റെ ലഭ്യത മാത്രമല്ല ഇവിടെ ആനകള് പോലെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭക്ഷണത്തിന്റെ കുറവുണ്ട്. മുളകൾ പോലെയുള്ള സ്വാഭാവികമായിട്ടുള്ള അവയുടെ ഭക്ഷണത്തിന്റെ കുറവുണ്ട്. ഇതേപോലെ സെന്ന പോലെയുള്ള അവ വ്യാപകമായിട്ട് വളരുന്നു. മരിപ്പൂ അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച, ധൃതരാഷ്ട്ര പച്ച, പലതരത്തിലുള്ള ഇൻവേസീവ് പ്ലാന്റുകളും നമ്മുടെ കാടുകളിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും അതിനൊക്കെ പുറമെ തന്നെ നമ്മളുടെ കൃഷി രീതികൾ ഒരു വിഷയമാണ്. കാട്ടില് ആനയെ സംബന്ധിച്ചിടത്തോളം 10-18 മണിക്കൂറുകൾ ചിലപ്പോ വേണ്ടി വരും അവരുടെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട്. അവരുടെ വയറിൽ അത്രയധികം അളവില് പുല്ലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണം. ഇത് അന്വേഷിച്ച് നടക്കാനുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി കുറച്ച് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിന് പകരം നമ്മുടെ കാടുകളോട് ചേർന്നിട്ടുള്ള വളരെ എല്ലാ സമയത്തും നനവുണ്ടാകുന്ന നമ്മള് ജലസേചനമൊക്കെ വഴി എപ്പോഴും പച്ചപ്പായി കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുകയും അത് ഒന്നിച്ചിട്ട് ഭക്ഷണമായിട്ട് ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ആളൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. കൂടുതലായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 തെങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ കുറേ മണിക്കൂറുകൾ സഞ്ചരിക്കുന്നതിന് പകരമുള്ള കാര്യം തീർന്നു കിട്ടും. ഇപ്പോ എണ്ണപ്പനത്തോട്ടങ്ങളിലും ഒക്കെ സംഭവിക്കുന്നതാണ്. നമ്മുടെ കാടുകളോട് ചേർന്നിട്ട് നമുക്ക് കൃത്യമായിട്ടും കാടിന് അതിരില് ഒരു ബൗണ്ടറി, അതായത് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പുറത്തേക്ക് കടക്കാത്ത വിധത്തിലുള്ള മതിലുകൾ പണിയാൻ കഴിയാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കൂടുതൽ ഭക്ഷണം പെട്ടെന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ചെറിയ സമയം കൊണ്ട് അവയുടെ വയർ നിറക്കാൻ പറ്റുന്നത്. അതിലുള്ള റിസ്കുകളൊക്കെ അവർക്ക് അറിയാം, കൂട്ടങ്ങൾക്ക് അറിയാം. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ വിധത്തിൽ ജനങ്ങൾ ചിലപ്പോൾ പഴക്കം പൊട്ടിക്കും, അല്ലെങ്കിൽ അവരുടെ ശബ്ദം കിട്ടും, എറിയും ഒക്കെ അറിയുമെങ്കിൽ കൂടി ആ റിസ്ക് അവര് പതുക്കെ പതുക്കെ സഹിക്കാൻ റെഡിയായി തുടങ്ങുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ നമ്മുടെ നിയമപരമായിട്ടുള്ള നയമൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ കൃഷിയുടെ മുഴുവൻ ചവിട്ടിമതിച്ചാലും കൂടി യാതൊരു പ്രതികരണവും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലാകുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള തെങ്ങും കവുങ്ങും അതുപോലെയുള്ള ഭക്ഷണങ്ങള് അതുപോലെ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവിടത്തേക്ക് വരുന്ന ഒരു കാരണമായിട്ടും കൂടിയുണ്ട്. കൂടാതെ ചിലപ്പോൾ ചക്ക പോലെയുള്ള അവർക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണം ലഭ്യമാകുന്ന സ്ഥലത്തേക്ക് അതിന്റെ മണമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾക്ക് കാട്ടിന്റെ കൂട്ടുക എന്ന് പറയുന്നത് അവയുടെ എണ്ണം, ഈ മൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. നിലവില് കാടിന്റെ ആരോഗ്യം അത്ര മോശമാണെങ്കിൽ ഈ മൃഗങ്ങളുടെ എണ്ണത്തിൽ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ അവ അതേ നിലവിൽ തന്നെ തുടരുക പോലും ചെയ്യുന്നല്ലോ. ഭക്ഷണത്തിന് മാത്രമല്ല, അത് ഭക്ഷണത്തിന്റെ ഒരു വിഷയമാണെങ്കിൽ കൂടി കൂടിയ തോതിൽ പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. നമുക്ക് കൃത്യമായിട്ടുള്ള ബോർഡറുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് കടന്നു വരാത്ത വിധത്തിലുള്ള വലിയ വേലികൾ ഇല്ലാത്തിടത്തോളം കാലം കാട്ടില് ഭക്ഷണം ഉണ്ടായാൽ പോലും അവ പുറത്തു വരാനുള്ള സാധ്യതയാണ്.